പാച്ച് വർക്കും പെയിന്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് കോളേജ് ഇറങ്ങാനായിട്ട് പോവാണ്. പക്ഷെ ഇറങ്ങാൻ പോയപ്പോഴത്തേക്കും ഗൈസ് നമുക്ക് 8ന്റെ പണിയാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. സംഭവം വേറൊന്നുമല്ല, എനിക്ക് തോന്നുന്നു ഞാൻ ഒരു 8 മാസം മുമ്പ് ഈ വണ്ടി എടുത്ത സമയത്ത് എൻ്റെ അടുത്ത് വണ്ടി എനിക്ക് തന്ന ആൾ എൻ്റെ അടുത്ത് പറഞ്ഞത് ഇൻഷുറൻസും അതുപോലെ തന്നെ പേരും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടാണ് നമ്മുടെ കയ്യിലേക്ക് തരുള്ളൂ എന്ന് പറഞ്ഞത്. ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ എടുത്തത് അതിപ്പോൾ വെറുതെ ഗൈസ് 8 മാസമായിട്ട് വണ്ടി ഓടുന്നില്ലല്ലോ. പക്ഷെ അവർ പേര് മാറി തരുമെന്നൊക്കെ പറഞ്ഞ് ഞാൻ RC ബുക്കിന് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് സംഭവം RC ബുക്ക് കിട്ടിയില്ല. ഇപ്പം നമുക്ക് ഓൺലൈൻ ആയതുകൊണ്ടിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കണം. പക്ഷെ നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് RC ബുക്ക് വരും. ഇതിങ്ങനെ വരാതെ കഴിയുമ്പോഴത്തേക്ക് അന്വേഷിച്ചപ്പോഴത്തേക്ക് 1 മാസം കഴിഞ്ഞപ്പോൾ അവർ എന്നോട് വിളിച്ച് പറയണേ വണ്ടിക്ക് ടാക്സ് ഇല്ല, ടാക്സ് തീർന്നു നമ്മളോട്. ഇത് പിന്നെ കച്ചവടമാണ്, കച്ചവടത്തിൽ ഇതൊക്കെ സ്വാഭാവികമാണ്, അതിപ്പോൾ നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. പക്ഷേ എന്നിരുന്നാൽ പോലും വണ്ടി കച്ചവടം ഇനി ചെയ്യാൻ പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, ഇനിയിപ്പോൾ പുതുതായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ പോലും നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഒരു കസ്റ്റമർക്ക് വണ്ടി കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ അതിൻ്റെ പേപ്പർ എന്ന് വരെയുണ്ട്, അതിൻ്റെ ഫിറ്റ്നസ് എന്ന് വരെയുണ്ട്, ടാക്സ് എത്ര വരെയുണ്ട്, അതൊക്കെ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുത്തതിന് ശേഷം മാത്രം നിങ്ങൾ വണ്ടി കൊടുക്കുക. കാരണം ഞാൻ ഈ പറയുന്നത് ഞാൻ എൻ്റെ അനുഭവത്തിൽ വന്ന, ഞാൻ അനുഭവത്തിലൂടെ പഠിച്ച കാര്യങ്ങളാണ് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത്. ഒരു പഴയ വണ്ടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ എനിക്ക് വണ്ടി അവിടെ നിന്ന് എടുക്കുമ്പോഴത്തേക്കും ഈ പറഞ്ഞ പോലെ ടാക്സും ഇൻഷുറൻസ് ഉണ്ട്, ടാക്സും കാര്യങ്ങളും അടക്കണം, അതിൻ്റെ ഫൈൻ വേറെ അടക്കണം. പണിയാണ് ഗൈസ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, പഴയ വണ്ടി റീസ്റ്റോർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര സിമ്പിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല. ഓക്കെ.